ബ്രൂസ് ലീയും ജാക്കി ചാനും നമുക്ക് വളരെ സുപരിചിതരായ രണ്ട് ലെജൻഡുകൾ. രണ്ടുപേരും രണ്ട് വ്യത്യസ്ത ആയോധന കലാരീതികൾ പിന്തുടരുന്നവർ. ഇവരിൽ ആരായിരിക്കും ബെസ്റ്റ്? ഈ വീഡിയോയിൽ അവരെ നമുക്കൊന്ന് താരതമ്യപ്പെടുത്തി നോക്കാം. മാർഷൽ ആർട്ട് മൂവീസിനെ വളർത്തിയെടുത്ത് മറ്റൊരു തലത്തിലെത്തിച്ചയാളാണ് ബ്രൂസ് ലീ. 1970കളിൽ കുംഫുവിനെയും ആയോധന കലകളെയും മുൻപെങ്ങും കാണാത്തത്രയും പ്രചാരത്തിലെത്തിക്കാൻ ബ്രൂസ് ലീക്ക് കഴിഞ്ഞു. സിനിമാ മേഖലയിൽ ഒരു വിപ്ലവം തന്നെ ഉണ്ടാക്കാനും ഹോങ്കോങ് സിനിമാ രംഗത്ത് ബ്രൂസ്പ്ലോയിറ്റേഷൻ എന്നൊരു കാലഘട്ടം തന്നെ സൃഷ്ടിക്കാനും ബ്രൂസ് ലീക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബ്രൂസ് ലീയുടെ മരണത്തിനു ശേഷം ബ്രൂസ് ലീയെ അനുകരിച്ചും അതേ രീതി പിന്തുടർന്നും പലരുമെത്തി. 1970കളിൽ തന്നെയാണ് ജാക്കി ചാനും സിനിമകളിലെത്തുന്നത്. സ്റ്റുഡിയോകൾ ചാനിനെ അടുത്ത ബ്രൂസ് ലീയായി വിഭാവനം ചെയ്തു. ജാക്കി ചാൻ്റെ ആദ്യകാല സിനിമകൾ ബ്രൂസ് ലീ സിനിമകളെ അനുകരിച്ചുള്ളവയായിരുന്നു. പക്ഷേ കാലക്രമേണ തൻ്റേതായ ഒരു സ്ഥാനവും സ്റ്റൈലും വളർത്തിയെടുക്കാൻ ജാക്കി ചാന് കഴിഞ്ഞു. അതിനുശേഷം പതിറ്റാണ്ടുകളോളം ഇൻഡസ്ട്രിയിൽ നിറഞ്ഞാടുകയായിരുന്നു ജാക്കി ചാൻ. ഇവർ രണ്ടു പേരിലും ആരാണ് ബെസ്റ്റ് എന്നത് കുഴയ്ക്കുന്ന ചോദ്യമാണ്. ഒരു പക്ഷേ ബ്രൂസ് ലീയും ജാക്കി ചാനും ഒരു നേരിട്ടുള്ള ഫൈറ്റിൽ പങ്കെടുക്കുക എന്ന് വിചാരിക്കുക. ആരായിരിക്കും വിജയിക്കുക? അത്തരമൊരു മത്സരം ഭാവനയിൽ കണ്ടുകൊണ്ടാണ് നമുക്കിത് അനലൈസ് ചെയ്യാൻ കഴിയുന്നത്. ലീയും ചാനും കുംഫു ആർട്ടിസ്റ്റുകൾ തന്നെയാണ്. പക്ഷേ രണ്ടുപേരും വ്യത്യസ്ത സ്റ്റൈലാണ് ഉപയോഗിക്കുന്നത്. ലീയുടെ ഫൗണ്ടേഷൻ വിങ് ചുനിലാണ്. വിങ് ചുൻ എന്നത് ഒരു സോഫ്റ്റ് സ്റ്റൈൽ മാർഷൽ ആർട്ടാണ്. കൂടുതൽ പ്രാധാന്യം റിഫ്ലക്സിനും ടൈമിങ്ങിനും എതിരാളിയെ അറ്റാക്കുകൾ വരുന്നു. ഇവിടെ ലീയും ചാനും വ്യത്യസ്ത രീതികളാണ് പിന്തുടരുന്നതെന്ന് കാണാം. ബ്രൂസ് ലീ മൃഗീയതയ്ക്കും വേഗതയ്ക്കുമാണ് പ്രസിദ്ധനായതെങ്കിൽ ജാക്കി ചാൻ അദ്ദേഹത്തിൻ്റെ എയ്റോബാറ്റിക്സിനും ഇംപ്രവൈസേഷനുമാണ് പ്രസിദ്ധനായത്. ജാക്കി ചാൻ ഫൈറ്റ് കൊറിയോഗ്രഫി ചെയ്തത്. എന്നാൽ ബ്രൂസ് ലീ മുന്നിട്ട് നിൽക്കുന്നത്. ഒരു പക്ഷേ ലീയും ചാനും നേരിട്ടുള്ള ഒരു 1-on-1 ഫൈറ്റിൽ ഏർപ്പെട്ടാൽ വിജയിക്കുന്നത് ബ്രൂസ് ലീ ആയിരിക്കാനാണ് സാധ്യത. അതിനു കാരണം ബ്രൂസ് ലീ ഒരു മാർഷൽ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ മികച്ചതാണ് എന്നതാണ്. ജാക്കി ചാൻ കൂടുതലും തമാശ രീതിയിലുള്ള ഫൈറ്റിംഗ് സ്കില്ലും എയറോബാറ്റിക്സുമാണ് മികച്ചു നിൽക്കുന്നത്. ജാക്കി ചാൻ ഒരു നല്ല ആയോധന കല നടൻ ആണ് എന്ന് സാരം. എന്നാൽ ബ്രൂസ് ലീയുടേത് കുറച്ചുകൂടി പ്രാക്ടിക്കൽ സ്റ്റൈലാണ്. മറ്റൊരു കാരണം ബ്രൂസ് ലീക്ക് റിയൽ ലൈഫ് ഫൈറ്റിംഗ് എക്സ്പീരിയൻസും ഉണ്ട് എന്നതാണ്. മാർഷൽ ആർട്ട് പഠിക്കുന്നതിന് മുന്നേ ലീ കൗമാരകാലത്ത് തെരുവുകളിൽ അടികൂടി നടക്കുമായിരുന്നു. റൂഫ് ടോപ്പുകളിൽ രഹസ്യമായി ക്രൂരമായ തല്ലു മത്സരങ്ങളിൽ ലീ സജീവമായിരുന്നു. ലീയുടെ പിതാവ് ലീയുടെ ഈ ഊർജം നല്ല രീതിയിൽ ക്രമീകരിക്കാനാണ് വിങ് ചുൻ പഠിപ്പിക്കാനായി തീരുമാനിക്കുന്നത്. കൂടാതെ ലീയെ പ്രസിദ്ധനാക്കുന്നത് അദ്ദേഹത്തിൻ്റെ വേഗതയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ പരിശീലിച്ചിരുന്ന ചങ് നോറിസിൻ്റെ വാക്കുകളിൽ ലീക്ക് മിന്നൽ വേഗത്തിൽ അറ്റാക്ക് നടത്താൻ സാധിക്കുമെന്ന് പറയുന്നു. ജാക്കി ചാനും ബ്രൂസ് ലീയും സത്യത്തിൽ ലെജൻഡ്സ് തന്നെയാണ്. താരതമ്യം ചെയ്യാൻ കഴിയുന്നതിനപ്പുറം അവർ അവരുടെ മേഖലകളിൽ മികച്ചതാണ് താനും. ഒരു കൗതുകത്തിൻ്റെ പുറത്ത് മെനഞ്ഞ